ശ്രീമതി ഭാഗ്യലക്ഷ്മി വലിയ കോൺഫറൻസിലായിരുന്നു എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ മറ്റേ എന്താണ് തംസപ്പൊക്കെ കൊടുത്ത് വലിയ കോൺഫറൻസിലായിരുന്നു ബോച്ചെ പോയത്. ജാമ്യം ഉറപ്പായും കിട്ടും, എന്തുകൊണ്ടും ഉറപ്പായും കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതിന് കാരണം ഈ പറയുന്ന രാമപിള്ള പോലൊരു നക്ഷത്ര വക്കീലിനെ അപ്പോൾ തന്നെ ഇറക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. കൂളായിരുന്നു അതുവരെ കാര്യങ്ങൾ. പക്ഷേ ആദ്യം ജാമ്യം നിഷേധിക്കുമ്പോൾ തളർച്ച ഉണ്ടാകുന്നു. ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഹൈക്കോടതി പറയുകയാണ്, ബോബി ചെമ്മണ്ണൂർ താങ്കൾ സാധാരണക്കാരനായ ഒരാളാണ്, മറ്റൊരാൾക്ക് നൽകുന്ന അതേ പരിഗണന താങ്കൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. എന്താണ് ഇന്ന് വെള്ളിയാഴ്ച, ശനി ഞായർ, ചിലപ്പോൾ തിങ്കൾ കൂടി ജയിലിൽ കിടക്കേണ്ടി വരും. ജാമ്യം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇന്നുണ്ടായ നടപടിക്രമം അഹന്ത കേൾക്കുന്ന ഒരു ഒന്നാന്തരം അടിയല്ലേ ശ്രീമതി ഭാഗ്യലക്ഷ്മി? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയൊരു സമ്പന്നനായതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഈ അശ്ലീല ചുവയുള്ള ഓരോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും ആളുകളുടെ കയ്യടി, അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക, അതിന് ഭയങ്കര കമൻസും, ഇത് അദ്ദേഹത്തെ ഒരുപാട് ഒരു ആത്മധൈര്യം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് തുടരെ പിന്നെ എല്ലാ വീഡിയോയിലും നോക്കൂ, എന്തെങ്കിലുമൊക്കെ ഈ ഹണി റോസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ സ്ത്രീ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഒരു ജീവനുള്ള, ഒരു മനസ്സുള്ള, അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും അപമാനം എല്ലാം ഉണ്ട് എന്നുള്ള ഒരു ചിന്തയെ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് ആഘോഷിക്കാനുള്ളൊരു വസ്തുവാണ് എന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇത്രയും കാലം വിചാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടല്ലോ, ഇത് അദ്ദേഹത്തിന് ഭാവിയിൽ മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് ഇനി അദ്ദേഹത്തിൻ്റെ വരുംകാലത്തുള്ള പല പ്രതികരണത്തിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അങ്ങോട്ട് കയറി പോകുമ്പോൾ പോലും ജയിലിലേക്ക് എന്നല്ല, കോടതിയിലേക്ക് പോകുമ്പോഴും കസ്റ്റഡിയിൽ എടുത്തപ്പോഴൊക്കെ പുള്ളി വളരെ ആഘോഷമായിട്ടാണ് പുള്ളി അങ്ങോട്ട് പോയത്. അതായത് ഞാനിതാ ഇപ്പോൾ വരും, തിരിച്ചു വരും, എനിക്കൊന്നും സംഭവിക്കില്ല, തംസപ്പൊക്കെ കാണിച്ചാണ് അദ്ദേഹം കയറിപ്പോയത്. അത് സമൂഹത്തിന്, പുള്ളിക്കുള്ളൊരു കോൺഫിഡൻസ് പുള്ളി ഇങ്ങനെ സമൂഹത്തിനെ അടിച്ചേൽപ്പിക്കുക. പണമുള്ളവന് എന്തും ചെയ്യാം, പണമുള്ളവൻ പോയ പോലെ തിരിച്ചു വരും. അതിന് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പണമുള്ളവർക്ക് കൂടിയുള്ള, നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം പണമുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരിക്കൽ നിങ്ങളെല്ലാത്തിനും മറുപടി പറയേണ്ടി വരും, നിങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.